ഒരു കുഴപ്പക്കാരും അല്ല, നല്ല ആൾക്കാരാണ്. ഒരു പ്രശ്നം, ഒരു ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാരാണ്. സഹകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സഹകരണമൊന്നുമില്ല. അവരുടെ കാര്യങ്ങൾ നോക്കും. പിന്നെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ, വീട്ടുകാരിയായിട്ട് അവർ വന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ജോർജ് തോമസ് ഇവിടെ ബെൻസർ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ്. കുറേ നാളായിട്ട് കൃഷി അവിടുത്തെ ഡ്രൈവറായിരുന്നു. അമ്മയ്ക്കിപ്പോൾ നേരത്തെ അംഗനവാടിയിലൊക്കെ ടീച്ചറായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഏതോ ഒരു ജോലി കഴിഞ്ഞ ആഴ്ച അങ്ങോട്ടായി എന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. നിലവിളിയൊക്കെ കേട്ടായിരുന്നു കേട്ടോ? നിലവിളി അവർ അച്ഛനും അമ്മയും നിലവിളി കേട്ടോണ്ടാവുന്നല്ലോ ഇറങ്ങി വരുന്നത്. ഇവിടെ തൊട്ടടുത്തല്ലേ വീട്. ഞാൻ സിറ്റ് ഔട്ട് ചെയ്യുന്നപ്പോൾ നിലവിളി കേൾക്കുന്നുണ്ട്. എന്തായിരുന്നു ചേട്ടൻ കണ്ടത്? ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ കിടന്ന് നിലവിളിച്ചുകൊണ്ട് ഈ അച്ചായൻ ഈ കൈയുടെ ഈ ഭാഗത്തെ ബ്ലഡ്, അച്ചായൻ ഷട്ടൊന്നും ഇട്ടിട്ടില്ല, വീട്ടിൽ ഇരിക്കുന്ന സമയമല്ലേ, ദേഹത്ത് മൊത്തം ബ്ലഡായിട്ട് അച്ചാനും ഓടി വരുന്നു, ഈ അമ്മാമ്മയും ഓടി വരുന്നുണ്ട്. അയ്യോ എൻ്റെ മോനാന്നേ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുമ്പോഴാണ് അവിടെ പെട്ടെന്ന് നോക്കുന്നത്. അപ്പോൾ പയ്യൻ കിടക്കുകയാണ് റോഡിൽ, ഈ മൈതിൻ്റെ അങ്ങേയറ്റത്ത് മൂലി. ആരാണ് പയ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ആരായാലും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഒരു വീട്ടിൽ ആരൊക്കെയുള്ളത്? ഈ ഫെബിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പയ്യനും മാത്രമേ ഉള്ളൂ. ഒരു മകനുണ്ട്, സഹോദരി ഇപ്പോൾ ഇല്ല. അവർ കോഴിക്കോട്ട് ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. അവരിപ്പോൾ ഇല്ല, അവിടെ താമസിക്കുന്നു. അത്ര അവർ 4 പേരേ ഉള്ളൂ. മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇങ്ങനെ കൊലപാതകത്തിൽ നയിക്കുന്ന എന്തെങ്കിലും വിവരവും നമുക്ക് അതിശയം, നാട്ടുകാർക്കെല്ലാം അതിശയമായത് ഇത് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒരു ഇഷ്യൂ ആരുമായിട്ടും ഇല്ല. ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെയോ പയ്യൻ്റെ ഒരു ഒച്ച പോലും വലിയൊരു വൈരാഗ്യത്തിലേക്ക് എത്താനുള്ളൊരു കാരണമാണ് ഞങ്ങളും ആലോചിക്കുന്നത്. എന്താ ഈ ഒരു വൈരാഗ്യത്തിലോട്ട് എത്താൻ വേണ്ടി അവൻ്റെ പൊളിറ്റിക്സ് ഇല്ല, അവനെ ലഹരി ഉപയോഗിക്കുന്നില്ല, അവൻ ജോലി ചെയ്യുന്നു, പഠിക്കുന്നു. ഇപ്പോൾ ഒരു ബുള്ളറ്റൊക്കെ ഒരു 5-6 മാസം മുൻപ് എടുത്തിരുന്നു. അപ്പോൾ വീട്ടുകാരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നതൊക്കെ അതിൻ്റെ ബാധ്യതയൊക്കെ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിച്ചു പോകുന്നവരാണ്. ഒരാൾ ആത്മഹത്യ, തേജസ് എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന കരുനാഗപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്നും അറിയത്തില്ല. പറയുന്നു ഇത് ചെയ്ത ആളാണ്, അത് ആത്മഹത്യ ചെയ്തു. ഇപ്പം ഇവിടെ നിൽക്കുമ്പോഴുള്ള അറിവേ ഉള്ളൂ, നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ നമ്മൾ പറയുന്നത് ശരിയല്ല. അത്രയാണ് സംഭവിച്ചത്. എന്തോ ഇല്ലല്ല, കണ്ടില്ലല്ലോ, കാർ ഇവിടെ വന്നില്ലല്ലോ. കാറ് ദൂരെങ്ങാണ്ട് നിർത്തിയിരുന്നെന്നാണ് പറയുന്നത്. കാറൊന്നും ഇവിടെ വന്നില്ല, നടന്ന ആൾക്കാർ വരുന്നു. അന്ന് പറയുന്നു, നമുക്കറിയത്തില്ലല്ലോ. വേറെ ആളുകളുണ്ട് എന്ന് പറയുന്നേ ഉള്ളൂ. നമുക്കൊന്നും ഞാനൊന്നും ഒന്നും കണ്ടില്ലല്ലോ. കാണാൻ നമ്മളെന്താ പറയാൻ പറ്റും.